ഡാ, നീ കിടന്നുറങ്ങാൻ നോക്ക്. നാളെ ഇത് മഞ്ചാടിയുടെ കഴുത്ത് കെട്ടാനുള്ളതല്ലേ. പിന്നെ എന്തിനാടാ ഉറക്കളച്ചിരുന്ന് സ്വപ്നം കാണുന്നത്? ഉറക്കം വരുന്നില്ലടോ. നാളെ ഞങ്ങളുടെ കല്യാണമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കല്യാണ ഡ്രസ്സും താലിയും സംഘടിപ്പിക്കാൻ ഓടിയത് ഞങ്ങളല്ലേ. നാളെങ്കിലും അതൊന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഞങ്ങൾ ഏറ്റെടുത്ത് പരാജയപ്പെട്ട ഏക കൊട്ടേഷൻ നിന്റെ കല്യാണമാടാ. നാളത്തെ കൊട്ടേഷൻ എന്തായാലും വിജയിക്കും. കൂലി കിട്ടില്ലെന്ന് മാത്രം. ഞങ്ങൾക്കൊന്നും വേണ്ടായേ. നീയും മഞ്ചാടിയും കൂടി ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടാ മതി, അല്ലേ പവിത്ര? അതെ അതെ. അല്ലെങ്കിൽ ഈ കല്യാണത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ സുശീല ആന്റിക്കും വർഷ മേഡത്തിനായിരിക്കുന്നത് ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു. ശരി, കിടക്കാം. അതിരാവിലെ എണീക്കേണ്ടതല്ലേ? അച്ചായ, ഓനച്ചായ ഈ വാതിലും തുറന്നേ. അച്ചായ, അച്ചായോ, അച്ചായ, ഓനച്ചായ, അച്ചായ. എടി, ആര് വിളിക്കുന്നു? ആരായിരിക്കും ഇപ്പോ? അച്ചായ, ഓനച്ചായോ, ഒന്ന് തുറക്കുന്നേ. എടാ മുരുക, എടാ മുരുക, എഴുന്നേക്കാൻ. എന്താ? എടാ പവിത്ര. എന്താ ചായ? എടാ ആരോ വിളിക്കുന്നെന്ന്. ഓനച്ചായ, ഇത് ഞാൻ ആസിഫ. ആസിഫ് എന്താ ഈ രാത്രിയില്? മുടിഞ്ഞ മഴ. അല്ല, നിങ്ങൾ ഉറങ്ങിയായിരുന്നോ? എടാ ഞങ്ങള് കിടന്നേ ഉള്ളൂ. അല്ല നീ എന്താ ഈ നേരത്ത്? നാളെ ജീവന്റെ കല്യാണമായിട്ട് ആസിഫിന് വരാതിരിക്കാൻ പറ്റുമോ ചായ? എടാ, നീ ഇങ്ങോട്ട് വന്നാ നിന്റെ ഉമ്മയെടുത്ത് പിന്നെ ആരാ? ഉമ്മയിന്ന് ഡിസ്ചാർജ് ചെയ്താ. വീട്ടിൽ ചേച്ചിയും പിള്ളേരൊക്കെ ഉണ്ട്. നീ ഈ രാത്രിയില് പുഴ കടന്ന് വരണ്ടായിരുന്നു. രാവിലെ അമ്പലത്തിലെത്തിയാ പോരെ? അതല്ല മുരുക, ചെറിയൊരു പ്രശ്നമുണ്ട്. അതാ ഞാൻ ഇപ്പൊ തന്നെ വന്നേ. എന്ത് പ്രശ്നം ആസിഫേ? ഡാ, നിന്റെയും മഞ്ചളുടെയും കല്യാണം മുടക്കാൻ ചില നീക്കങ്ങളൊക്കെ വീണ്ടും നടക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഇവിടുന്ന് എത്രയും വേഗം മാറണം. ജീവനെ ഈ രാത്രി എങ്ങോട്ട് മാറ്റാനാ? ഇവിടെ ഒന്നും ഒരുത്തനും കയറി വന്ന് ഇവനെ ആരും ഒന്നും ചെയ്യത്തില്ല. നീ ധൈര്യമായിട്ടിരിക്കുക ആസിഫേ. ഓനാച്ചന്റെ പിള്ളേരെ ഈ തുരുത്തി കയറിവന്ന് ഒരുത്തനും ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ നാളെ കല്യാണ വേഷത്തില് കടവ് കടന്ന് അക്കരെ ചെല്ലുമ്പോ പോലീസ് ജീവനെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ ചുമ്മാ പോലീസിന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ? ജീവനെതിരെ എന്തെങ്കിലും കേസ് വേണ്ടേ? കല്യാണം മുടക്കാൻ തീരുമാനിച്ചവർക്ക് കേസ് ഉണ്ടാക്കാനാണോ മുരുക പാട്? ഏതായാലും ജീവൻ നാളെ കടവ് കടന്ന് മഞ്ചാരുടെ നാട്ടിലെ അമ്പലത്തിൽ എത്തില്ല. അതിനുമുമ്പേ ഇവനെ പൂട്ടേണ്ടവർ പൂട്ടിയിരിക്കും. എടാ ജീവ, നാളെ നിന്റെയും മഞ്ചാരുടെയും കല്യാണം നടക്കണമെങ്കിൽ നീ ഇപ്പൊ എൻ്റെ കൂടെ വരണം. ഇന്ന് നമ്മൾ അക്കരെ കടന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ നീ എത്തുമെന്ന് ആരും സംശയിക്കില്ല. നാളെ മുഹൂർത്ത സമയത്ത് ആരും അറിയാതെ ഞാൻ നിന്നെ അമ്പലത്തിൽ എത്തിച്ചിരിക്കും. നമുക്ക് തുരുത്തിന്ന് കുറച്ചുപേരെ കൂടി കല്യാണത്തിന് വിളിച്ചാലോ അച്ചായ? ഏത് പോലീസാ കല്യാണ സ്ഥലത്ത് നിന്ന്
ചെറുക്കനെ പിടിച്ചോണ്ട് പോണേന്ന് നമുക്കൊന്ന് കാണണമല്ലോ. ഏയ്, ഈ തുരുത്തിലെ കളിയൊന്നും പുറത്ത് ചെലവാകത്തില്ലടി. കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന അമ്പലത്തിലേക്ക് ആ, ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അച്ഛാ, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങളെല്ലാവരും കല്യാണ പാർട്ടിയായി തന്നെ ഇറങ്ങണം. നിങ്ങളുടെ കൂടെ ജീവൻ രാജം ഉണ്ടെന്നേ ശത്രുക്കൾക്ക് തോന്നും. അവര് നിങ്ങളുമായി മുട്ടുന്ന സമയം കൊണ്ട് ഞാൻ ജീവനുമായി അമ്പലത്തിലെത്തിയിരിക്കും. അല്ല ജീവ, സത്യത്തിൽ നിനക്കെതിരെ ഇത്ര വലിയൊരു നീക്കം നടത്തുന്ന ആരാ? പോലീസ് ഇടപെട്ടതോടെ മഞ്ചാടിയുടെ വീട്ടുകാർ പിന്മാറിയതല്ലേ? പിന്നെ ആർക്കാ ജീവന്റെയും മഞ്ചാടിയുടെയും കല്യാണം നടക്കുന്നതിൽ ഇത്ര എതിർപ്പ്? അതായത് അതൊന്നും ഇപ്പൊ പറയാൻ ടൈമില്ല മുരുക. എടാ, മഴ വീണ്ടും തിമിർത്ത് പെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനുമുമ്പ് കടവ് കിടക്കണം. അതെ, പോകുന്നെങ്കിൽ ഇപ്പൊ തന്നെ പുറപ്പെടണം. ആസിഫിന്റെ വീട് വരെ എത്തേണ്ടതല്ലേ ഇവർക്ക്?